നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി ഫാമിലി. എപ്പോഴും ഈ സന്തോഷം ഇങ്ങനെ നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതകാലം മൊത്തം ഇവരുടെ ജീവിതകാലം മൊത്തം. അതെ, ഉറപ്പായും. നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷം കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ വേറെ കാര്യം. ശരണ്യയുടെ ഉണ്ട് ടാസ്ക്. കച്ചിക്കും അങ്ങനെ ചെയ്യാം. കുറച്ച് ടാസ്ക് ഒക്കെ ഇരിക്കട്ടെ എന്നല്ലേ. ഓക്കെ, ഇനി പപ്പ അഭിനയിച്ച് കാണിക്കും, മമ്മി അത് ചെയ്ത് കാണിക്കണം. ഏത് പാട്ടാന്ന് പറയണം. സാരമില്ല, ഇത് മമ്മിക്ക് അറിയാവുന്ന പാട്ടാ. ഹിറ്റ് പാട്ടാ, സൂപ്പർ ഹിറ്റ് പാട്ടാ, മമ്മിക്ക് അറിയാവുന്ന പാട്ടാ. അപ്പൊ ഇരുന്നോട് ആദ്യത്തെ ഒന്നും കൂടെ കാണിക്കോ? ആദ്യത്തെ കാണിക്കേ. അപ്പൊ ആദ്യത്തേതൊന്നും ഇവിടെ. അത് പോട്ടെ, മമ്മിക്ക് അത് കിട്ടുന്നില്ല. മനീഷേട്ടൻ ഈ ഒരു പാട്ടില് ഞാൻ ഗന്ധർവനായിരുന്ന സമയത്ത് ചെയ്തതാ. മനീഷേട്ടനും സായിക്ക് അയ്യോ, ഞാൻ മമ്മിയോട് ഇത് പറഞ്ഞ കാര്യമാ. ഓ, ഇത് മമ്മിക്ക് കൊടുത്തിട്ട് 10 ഇങ്ങനെ. സത്യം പറഞ്ഞ ഞാൻ കണ്ടിട്ട് ഞാൻ ഗന്ധർവനല്ല, മനീഷേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ച പാട്ടാണ് ഞാൻ ഗന്ധർവനില്. കൊറേ പേര് വെച്ചിട്ട് ജയറാമേട്ടന്റെ പാട്ടാണ്. ജയറാമേട്ടന്റെ പാട്ട്, പണ്ടത്തെ പാട്ട്. ചേച്ചി പിന്നെ 4 പെൺകുട്ടികൾ. ഹിറ്റ് പാട്ട്. ഇത് വേണോ, മമ്മിക്ക് എപ്പോഴും ഉള്ള സംഭവം. മമ്മിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ടെൻഷനിലൊക്കെ മമ്മി ഒന്ന് കൺഫ്യൂഷൻ ആക്കണം. മറ്റുള്ളവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ വിജയം, ഞങ്ങളുടെ സന്തോഷം. മറ്റുള്ളവരുടെ എല്ലാം മക്കളുടെ പൊതുവെ ഞങ്ങളെ ഇത് പിന്നെ ഒരുപാട് ആൾക്കാർ കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ബിഗ് ഫൈനലി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് ലാസ്റ്റ് ആയിട്ടൊരു കാര്യം, പപ്പയടുത്ത മമ്മടുത്ത ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ കപ്പിൾ ഉണ്ടല്ലോ, നമ്മുടെ ശരണ്യ മനീഷേട്ടൻ കപ്പിൾ, ഈ കപ്പിളിനെ നിങ്ങളിപ്പോ ഒരു സിനിമയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിനെ നിങ്ങൾ ഏത് സിനിമയെ വെച്ച് കമ്പയർ ചെയ്യും? ഞാനിപ്പോ മനീഷിനെ കാണുമ്പോൾ എന്റെ മനസ്സിൽ പോകുന്നത് ഒരു ഹിന്ദി മൂവിയുടെ ഒരു ലുക്കാണ് കാണുന്നത്. ദീപിക പടുക്കോണിന്റെ ഹസ്ബൻഡ് രൺവീർ സിംഗ്. എന്റെ ഭാവനെ കണ്ട കാര്യം ഞാൻ പറയാം. ശരി തെറ്റാവാം, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്യാം.